നിർത്തണി. നീ എന്താ വിചാരിച്ചത്? പോലീസിനെ കൊണ്ടുവന്ന് ഒരു നോട്ടീസ് തന്നാ ഞങ്ങളത് അംഗീകരിച്ച് തരുമെന്നോ? നിന്റെ ഉടായ്പൊന്നും ഇവിടെ നടക്കത്തില്ല. അയ്യോ, ഇത് ഉടായ്പൊന്നുമല്ല. ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല. എല്ലാം രേഖകൾ സംസാരിക്കും. ഇതെല്ലാം ഈ സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. സേതുമാധവൻ അവന്തികയുടെ പേർക്ക് എഴുതി കൊടുത്ത പ്രമാണം, കമ്പനിയുടെ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കടലാസുകളും ഇതിലുണ്ട്. നോക്കണം. ഈ സിഗ്നേച്ചർ മിസ്റ്റർ സേതുമാധവന്റെ തന്നെയല്ലേ? ഇത് ചതിയാണ്. ഞാൻ ഇവൾക്ക് ഒരു സ്വത്തും എഴുതി കൊടുത്തിട്ടില്ല. എന്തിനാ അച്ഛൻ ഇങ്ങനെ കള്ളം പറയുന്നേ? ഒന്നാമത് അച്ഛന് വയ്യാത്ത ഒരാളാ. വെറുതെ വീട്ടിൽ കൂട്ടല്ലേ, അറ്റാക്ക് വരും. അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോ അച്ഛൻ തന്നെയല്ലേ ഇതെല്ലാം എന്റെ പേരിലാക്കാൻ ഒപ്പിട്ട് തന്നത്. ഇതിലൊപ്പിടും. പേടിക്കണ്ട, അതിൽ മേറ്ററല്ല, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചോളാം. ഓക്കെ. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത് മക്കളെ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. അന്ന് ഇവളും ഈ വക്കീലും കൂടി എനിക്ക് ജാമ്യത്തിനുള്ളതാണെന്ന് പറഞ്ഞ് കുറച്ച് കടലാസുകൾ ഒപ്പിടിച്ചു. അല്ലാതെ ഞാൻ ഒന്നും ഇവൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസം. സർ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്കാണ്. ഇതിനൊന്നും ഒരു വിലയുമില്ല. ജാമ്യത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത കടലാസം ഉണ്ടാ ഇവൾ ഈ നാടകം കളിക്കുന്നത്. ഇവളെ അറസ്റ്റ് ചെയ്യണം സാർ. ആരെ അറസ്റ്റ് ചെയ്യണം, ജയിലിലടക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ രേഖകളൊക്കെ പരിശോധിച്ച് ഒറിജിനലാണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയതാ. ഇപ്പോ എല്ലാവർക്കും വിശ്വാസമായില്ലേ? കുറെ കെട്ടിച്ചമച്ച ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് കാണിച്ചാ ഞങ്ങളെല്ലാരും അങ്ങ് പേടിക്കും. നിങ്ങൾ കരുതിയോ? സർ, ഈ ചതിക്ക് നിങ്ങൾ കൂട്ടി നിൽക്കരുത്. ഈ വീടും സ്വത്തുക്കളും എല്ലാം അച്ഛനുണ്ടാക്കിയതാ. ഇവർക്കതിലൊരു അവകാശമില്ല. കെട്ടിച്ചമച്ച ഡോക്യുമെന്റ്സ് കൊണ്ട് എല്ലാം നേടാന്ന് കരുതിയ നിങ്ങൾ ഒരു മണ്ടി തന്നെയാണ്. നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കൾക്കും അവകാശപ്പെട്ടതൊന്നും നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. എനിക്ക് നിങ്ങളോടെ ആരോട് സംസാരിച്ച് സമയം കളയാനില്ല. ഇപ്പോഴും ഞാൻ അച്ഛന്റെ പഴയ അവന്തിക തന്നെയാ. അച്ഛൻ സന്തോഷത്തോടെ തന്നെയല്ലേ എനിക്കിതെല്ലാം എഴുതി തന്നത്. എന്നിട്ടിപ്പോ ഇങ്ങനെ പറഞ്ഞ എന്തൊരു സങ്കടമാണ് അച്ഛാ. സർ, ഈയിടെയായി അച്ഛന് തീരെ ഓർമ്മയില്ല. ദയവേത് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒറിജിനലാണെന്ന് തഹസിൽദാറും വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തിയതാ. പോലീസ് അത് പരിശോധിച്ചതോ. നിയമപരമായി ഈ വീടും നിങ്ങളുടെ കമ്പനിയും എല്ലാം ഇപ്പോൾ ഈ നിൽക്കുന്ന അവന്തികയുടെ ഉടമസ്ഥയിലാണ്. അതിന്റെ മേൽ നിങ്ങൾക്ക് എന്ത് തർക്കമുണ്ടെങ്കിലും കോടതിയിൽ പോയി ഒരു പരിഹാരം കണ്ടെത്താം. ഏത് കോടതിയിൽ പോയാലും ഈ ഡോക്യുമെന്റ്സ് സത്യം തന്നെയാണെന്ന് തെളിയും. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താണ് ഞങ്ങൾ വന്നത്. ഇനി കോടതിയിൽ മാത്രമേ നിങ്ങൾക്കിതിനെ ചോദ്യം ചെയ്യാൻ പറ്റൂ. കേട്ടല്ലോ, ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഇനി എങ്ങനെ പറയും? ആ ഡോക്യുമെന്റ്സിലെ സിഗ്നേച്ചർ നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
സിഗ്നേച്ചർ എൻ്റേത് തന്നെയാണ്. പക്ഷേ ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒപ്പിട്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഇനി കോടതി പറയാം. ഒപ്പ് സേത മാധവന്റെ തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. ഇനി മറ്റു തർക്കങ്ങൾക്കൊന്നും ഇടമില്ല. അച്ഛാ, ഇവള് കൊണ്ടുവന്ന കടലാസുകൾ വായിച്ചു നോക്കാതെയാണോ അച്ഛൻ ഒപ്പിട്ട് കൊടുത്തത്?